മാസ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഈ രണ്ടാമത്തെ പാദവാർഷിക പരീക്ഷ, അതായത് നമ്മൾ അരക്കൊല്ല പരീക്ഷ എന്ന് പറയുന്നത് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എല്ലാം തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ചോദ്യവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾ മനസ്സിലാക്കുക, ഫുൾ സ്കോർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. പരീക്ഷയുടെ ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വരിക, ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ, പാർട്ട് നമ്പേഴ്സ്, ഭാഗസംഖ്യകൾ, അങ്ങനെ ഓരോ ചാപ്റ്ററിലത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ചായം പൂശിയ ഭാഗം ഏത് ഭിന്നത്തെ സൂചിപ്പിക്കുന്നു, അതായത് ഷെയ്ഡ് ചെയ്തിട്ടുള്ള പാർട്ട് ഏത് ഫ്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ സ്വന്തം എഴുതി നോക്കുക, ആദ്യം കിട്ടുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമ്മൾക്ക് ഉത്തരം പറയാം. അപ്പോൾ അവിടെ കിട്ടുന്നത് ഒന്നാമത്തേൽ 2 ഭാഗമാക്കിയിട്ട് അതിൽ 1 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 1/2 ആയിരിക്കും. രണ്ടാമത്തേൻ്റെ ആൻസർ നിങ്ങൾക്ക് ആ പച്ച കളർ നിങ്ങൾക്ക് കാണാം, 3 ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 1/3 ആയിരിക്കും. അങ്ങനെ 1/4, അങ്ങനെയുള്ള ഓരോന്നും നിങ്ങൾ എത്ര ഭാഗങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഏറ്റവും അവസാനം അവിടെ കാണുന്ന ഒരു പച്ച കാണുന്നില്ലേ നിങ്ങൾക്ക്, ആ പച്ച അതായത് 10ാമത്തെ ഏറ്റവും താഴെ വലതു ഭാഗത്ത് കാണുന്നതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് നോക്കിയാൽ അവിടെ ആകെയുള്ളത് 6 ഭാഗമാണ്. അതിൽ 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടല് 5/6. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ് ഇതുപോലുള്ള ചിത്രത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ് എങ്കിൽ ഏറ്റവും അവസാനത്തെ ചിത്രത്തിൽ വരിക എത്രയായിരിക്കും, 1/6 ആയിരിക്കും. 6 ഉണ്ട്, അതിലൊന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് ഒന്ന് പരീക്ഷയ്ക്ക് നമുക്ക് വരുന്നത്. ഇനി രണ്ടാമത് ഏത് ടൈപ്പ് ആണ് എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചിത്രങ്ങളിൽ നമുക്ക് വരുന്നത് നോക്കൂ. രണ്ടാമത് നമുക്ക് വരുന്നത് ചോദ്യം ഇങ്ങനെയാണ്: ഓരോ ഭിന്നത്തെയും സൂചിപ്പിക്കുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇതാ 1/5 ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ചിത്രത്തിൽ ഈ വൃത്തത്തിന്, സർക്കിളിന് അവരെത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, അവര് 2, 3, 4, 5 ആയിട്ട് അവർ ഭാഗിച്ചിട്ടുണ്ട്. 3, 2, 5 എണ്ണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ 1/5 ആണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത്, 5ൽ1 ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചെയ്താൽ മതി, ഇതിലത്തെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഇത് ഷെയ്ഡ് ചെയ്തു, ഇത് ഷെയ്ഡ് ചെയ്ത് എത്രയായിരിക്കും, 1/5 ആയിരിക്കും. ഇത് തന്നെ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ചെയ്യാം, ഏതെങ്കിലും ചെയ്യാം. പക്ഷെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, 5 1 മാത്രം, ഈ മുകളിൽ 1 ഉണ്ടായതുകൊണ്ട് 1 മാത്രമാണ് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അതിലത്തെ രണ്ടാമത് നിങ്ങൾക്ക് ഇവിടെ 3/5 കാണുന്നുണ്ട്. 3/5 എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്യും, ഈ ചിത്രത്തിൽ ഫ്രീ ആയിട്ടുള്ള ചിത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 3 ഭാഗം, 1 ഇവിടെ ഷെയ്ഡ് ചെയ്യുക, 2 ഇവിടെ ഷെയ്ഡ് ചെയ്യുക, 3 ഇവിടെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 3/5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഏത് ചിത്രങ്ങളും നിങ്ങൾക്ക് നോക്കിയിട്ട് അവിടെ ഷെയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചിത്രം നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഒരു വട്ടം തന്നിട്ട് ആ വട്ടത്തിൽ ഇങ്ങനെ തന്നിട്ട് എത്ര ചെയ്തു നോക്കിക്കോ. നിങ്ങൾ അവിടെ 4ാമത്തെ ചിത്രം, താഴോട്ട് 4ാമത്തെ ചിത്രം നോക്കിയാൽ നിങ്ങൾ 3/4 ആണ്. അപ്പോൾ ഈ 4 ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്ര പീസാക്കി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് എത്ര ആണെന്നാണ് മുകളിൽ സൂചിപ്പിക്കുന്നത്. ഷെയ്ഡ് ചെയ്യേണ്ടത് എത്ര പീസുകൾ, എത്ര കഷണങ്ങൾ, 3 കഷണം ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ 1 ഷെയ്ഡ് ചെയ്യാം, 2 ഷെയ്ഡ് ചെയ്യാം, 3 ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് എത്ര ചെയ്യാം,
3 ചെയ്യാം. അപ്പോൾ ആ ടൈപ്പാണ് രണ്ടാമത് വരുന്നത്. അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ആൻസറുകൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകാം. മൂന്നാമത് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് അവിടെ ഒരു ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്, പൂരിപ്പിച്ചിട്ട് എഴുതേണ്ടതാണ്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. 1/2 തന്നിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് by4 എന്നാണ് തന്നത്. പിന്നെ തന്നിട്ടുള്ളത് 5/? എന്നാണ്. ആദ്യം നമുക്ക് 1/2 -4. അപ്പൊ ഇവിടെ വരുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 4 കിട്ടിയിട്ടുണ്ടാവുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ 4 കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, എങ്കിൽ അതേപോലെ ഈ 1നെയും നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണോ ഇത് ഗുണിച്ചിട്ടാണോ ഇത് കിട്ടിയത്, അതേ നമ്പർ കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഒരു 2 നമുക്ക് എത്ര കിട്ടും? 2. അപ്പൊ ആൻസർ അവിടെ വരുന്നത് 2. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പിന്നെ തന്നിരിക്കുന്നത് എന്താ? 5/- എന്നാണ്. നോക്കിക്കോളൂ, 5/- എന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്? 1/2 ആണ് 5/- എന്ന് പറയുന്നത്. അപ്പൊ 1ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 5 കിട്ടിയത്? ഇത് മാത്രം എഴുതിയ കുട്ടികൾക്ക് മനസ്സിലാവും. 1/2 = 5/? 1ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 5 കിട്ടുന്നത്? ഇൻറ്റു 5 അല്ലേ? അപ്പൊ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇൻറ്റു 5. 2ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 5/10. അപ്പൊ താഴെയുള്ളത് എത്ര മടങ്ങാണോ അത് അതേ ടൈംസ് തന്നെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 2 നമ്പറിന്റെയും കണ്ടുപിടിക്കാൻ ആയി. അതാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം നോക്കിക്കോളൂ. അതിലുള്ളത് 4/8 = -4 -16 എന്നൊക്കെയാണ് ഉള്ളത്. നോക്കിയാൽ 8 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടുക നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്, ചെറുതായിട്ടല്ലേ പോകുന്നത്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടി. അപ്പൊ ഈ 4ന് എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുക? 2 കിട്ടും. 2 4 വരുന്നത്. ഓക്കെ, അപ്പൊ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. നേരത്തെ പ്രോബ്ലത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ വലുതാണ് വരുന്നതെങ്കിൽ ഇതിനെ ഗുണിച്ചിട്ടെഴുതുക, ഇവിടെ ചെറുതാണ് വരുന്നതെങ്കിൽ ഇതിനെ ഹരിച്ചിട്ടെഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ് വരുന്നത്? 4/8 -16 എന്നാണ് വരിക അല്ലെ? ഇതിനേക്കാൾ വലുതല്ലേ വരുന്നത്? വലുതാണ് വരുന്നത്. വരുമ്പോൾ നമ്മളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 8നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 16 കിട്ടുക? 2 കൊണ്ട്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം? 2 കൊണ്ട്. 4 2 നമുക്ക് എത്ര കിട്ടും? നമുക്ക് 8 കിട്ടും. അപ്പൊ ആൻസർ 8/16. അപ്പൊ വലുതാണ് ഇപ്പുറം വരുന്നതെങ്കിൽ ഇവിടെ ഗുണിക്കുക, ചെറുതാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇതിനെ കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തുല്യ ഭിന്നങ്ങൾ, ഈക്വൽ ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 4ാമത്തെ ചോദ്യം അവിടെ നിങ്ങൾക്ക് കാണാം. സൈഡ്സ് വശങ്ങൾ 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഉള്ള ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിന്റെ 2/3 ഭാഗം ചുവപ്പ് നിറവും 1/3 ഭാഗം പച്ച നിറവും നൽകുക. ഇതിനു മുമ്പിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റ് ഇറക്കിയപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് സൈഡ് 6 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ. 6 സെന്റിമീറ്റർ വരച്ചു. അതിനോട് നമുക്ക് ചതുരാണ് വരക്കേണ്ടത്. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 4 സെന്റിമീറ്റർ വരച്ചു. സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഞാനത് ഇതിൽ പലതവണ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഓക്കെ, ഇതാ ഈ സാധനമാണ് സെറ്റ് സ്ക്വയർ. അറിയാലോ, സെറ്റ് സ്ക്വയർ ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെന്താണ് പറഞ്ഞത്? ചതുരത്തിന്റെ അപ്പൊ ഇത് എന്ത് ചെയ്യുക? 2 കൂടെ യോജിപ്പിക്കുക. 4 എടുക്കുക, 4 എടുത്ത് യോജിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ 2/3 ഭാഗം ചുവപ്പ് നിറം. 2/3 ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? 2/3 എന്ന് പറയുമ്പോൾ ഈ ചതുരത്തിന് എത്ര പീസാക്കി മാറ്റണം? തുല്യമായിട്ടുള്ള 3 കഷ്ണാക്കി മാറ്റണം. 3 കഷ്ണാക്കി മാറ്റുമ്പോൾ കുട്ടികളെ ഈ 4നെ തുല്യമായിട്ട് 3 കഷ്ണാക്കാനാവില്ലല്ലോ. ഇല്ല, 6 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുല്യമായിട്ട് 3 കഷ്ണാക്കാൻ പറ്റും. അപ്പൊ ഒരു കഷ്ണത്തിന് എത്ര പേര് നോക്കിയാൽ മതി? 6 ദോശ നമ്മുടെ വീട്ടിൽ ചുട്ടാല് 3 ആൾക്ക് തുല്യമായിട്ട് ഭാഗിക്കുമ്പോൾ ഒരാൾക്ക് എത്ര ദോശ കിട്ടുമെന്ന് അറിയാലോ? 2 ദോശ. അപ്പൊ സ്കെയിലിൽ എന്ത് ചെയ്യാം? ഒരു 2 ഇവിടെ മാർക്ക് ചെയ്യുക, അതുമാതിരി ഒരു 2 ഇവിടെയും മാർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്തു?
ഇങ്ങനെ വരച്ചാൽ എത്രയായി? ഈ 6 ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 കൊണ്ട്, അതുകൊണ്ട് 3 കഷ്ണാക്കി മാറ്റി. ഇനി 2/3 ഭാഗം ഏത് കളറാണ് പറഞ്ഞത്? ചുവപ്പ് നിറം. അപ്പൊ ഈ 2/3 ഭാഗം എന്ത് ചെയ്യാം? 2 ഭാഗം റെഡ് കളർ കൊടുക്കുക. റെഡ് ചുവപ്പ് കളർ ഇവിടെ കൊടുക്കുക. പിന്നെയോ 1/3 ഭാഗം പച്ച. അപ്പൊ ഇവിടെ ഏത് കളർ കൊടുക്കുക? ഇവിടെ പച്ച ഗ്രീൻ കളർ ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ ആയി. ഇങ്ങനെ വരയ്ക്കുന്നു വേണ്ട, നിങ്ങൾ കളർ കൊടുത്താൽ മതി. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഭാഗിക്കാൻ പറ്റുന്നതിനെ ഭാഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ 3 ആയിട്ട് ഇതിനെ ഭാഗിക്കാൻ പറ്റുന്നില്ല, ഇതിനെ ഭാഗിക്കാൻ പറ്റും. അപ്പൊ 6 3 ഭാഗിച്ചാൽ മതി. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ സമചതുരത്തെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഒരു ചിത്രം. അതിനെ 8 ഭാഗമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിത്രത ഇങ്ങനെയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ചിത്രത്തിന് എന്ത് ചെയ്യണം? നോക്കൂ, 8 കഷ്ണാക്കിയിട്ട് ഭാഗിക്കണം. നോക്ക്, 2 4 ഇപ്പൊ എത്ര കഷ്ണമായി? ഇങ്ങനെയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി ചെയ്താൽ മതി. ഇങ്ങനെ ഈ ചിത്രത്തിന്റെ ഇങ്ങനത്തെ ഒരു ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിന് അര ഭാഗം 1/2 ഭാഗം 1/2 ഭാഗം ഏത് കളർ കൊടുക്കുക? റെഡ് ചുവപ്പിൽ കൊടുക്കുക. ചുവന്ന കളർ കൊടുക്കുക, ചുവപ്പിൽ കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ 1/2 ഭാഗം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ 1/2 1/2 ഭാഗം പകുതി എന്നറിയുന്ന, ഹാഫ് എന്നറിയുന്ന കുട്ടികൾക്ക് അതിന്റെ ഈ ടോട്ടൽ ചിത്രത്തിന്റെ പകുതി ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഐഡിയ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ 1/2 ഭാഗമാണ് വേണ്ടത്. ഇവിടെ ആകെ ഇപ്പൊ എത്ര ഭാഗമുണ്ട്? 8 ഭാഗമുണ്ട്. 8 ഭാഗമുണ്ടല്ലോ, 8 ഭാഗമുണ്ട്. അപ്പൊ 1/2 8 ഭാഗത്തിലാകുമ്പോൾ അതിന് തുല്യമായിട്ട് എത്ര കഷ്ണം വരും നോക്കിയാൽ മതി. ശ്രദ്ധിക്കുക. അപ്പൊ ഈ 2നെ 8 ആക്കാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു 4 നമുക്ക് എത്ര? 1 4 4. അപ്പൊ 8ൽ 4 കണ്ടാല് 2ൽ 1 തുല്യമാണ്. ഓക്കെ, 8 കഷ്ണം ഉണ്ടായിരുന്നു. ഇവിടെ 10 കഷ്ണം ഉണ്ടെങ്കിൽ ഞാനിവിടെ 10 എന്നാണ് എഴുതുക. അപ്പൊ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 4/8. അപ്പൊ 4 കഷ്ണം എനിക്ക് എന്ത് ചെയ്യാം? 1 2 3 4 ഒരേപോലെ ഉള്ളതാണ്. ഓക്കെ, ആ 4 കഷ്ണം ഞാൻ ഷെയ്ഡ് ചെയ്തു. പിന്നെ അതിലെന്താണ് പറഞ്ഞത്? 1/4 ഭാഗം മഞ്ഞ നിറം. നോക്ക്, 1/4 ഭാഗം മഞ്ഞ നിറം. ഇവിടെ എത്ര കഷ്ണമായില്ലേ? 8 കഷ്ണമായില്ലേ? അപ്പൊ 8 കഷ്ണമായില്ലേ? അപ്പൊ ഈ 4നെ 8 ആക്കാൻ എന്താ വഴി? 2 ഉണ്ട്. ഇതിന് 2 ഉണ്ട്. ഒരു 2 2. അപ്പൊ നമുക്ക് എത്ര? 8ൽ 2 കഷ്ണം ഇവിടെ ഷെയ്ഡ് ചെയ്താൽ മതി. 8ൽ 2 കഷ്ണം, ഇത് 2 കഷ്ണം ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, വേറൊരു കളറിൽ മഞ്ഞ നിറം, യെല്ലോ മഞ്ഞ നിറത്തിൽ ചെയ്തു. മറ്റേ ഈ 1/2 ഭാഗം പച്ച, ഇത് ഗ്രീൻ ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കളർ കൊടുക്കാനും പറ്റും നിങ്ങൾക്ക്. പിന്നെ 1/8 ഭാഗം ചുവപ്പ്. 1/8 ഭാഗം കണ്ടുപിടിക്കാൻ പണിയുണ്ട്. നോക്കിയാൽ എത്ര കഷ്ണമാണ് ഉള്ളത്? 8 കഷ്ണം. അപ്പൊ 1/8 പറഞ്ഞാൽ 8ൽ 1 കഷ്ണം. 8ൽ 1 കഷ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒറ്റ കഷ്ണം ഇത് കൊടുക്കുക, ഇത് കൊടുക്കുക, ഏതൊക്കെ ഒന്നെടുത്താൽ മതി കേട്ടോ. അവിടെ നിങ്ങൾ റെഡ് കളർ, ചുവപ്പ് കളർ ഇവിടെയും എഴുതി വെച്ചു. ഇനി ബാക്കി ഒരു കഷ്ണം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. അപ്പൊ ഉണ്ട്. ഇതെത്ര ബാക്കിയുണ്ട്? അപ്പൊ അത് ആൻസർ 1/8. 8ൽ 1 ഭാഗമല്ലേ ബാക്കിയുള്ളത്. അപ്പൊ ആ തരത്തിൽ കൃത്യമായി മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, കൂടുതൽ കഷ്ണങ്ങൾ ഉണ്ടായിട്ട് 1/2 1/4 1/3 എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ 8 ഇവിടെ എഴുതിയിട്ട് ഈ താഴത്തെ ഫ്രാക്ഷന്റെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ കഷ്ണം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിശ്ര ഭിന്ന രൂപമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അവിടെ ആ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മിശ്ര ഭിന്ന രൂപം എഴുതണം. ഓക്കെ, ആ ചിത്രം എന്താണെന്ന് ഞാനിപ്പോൾ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിത്രം ഞാൻ എടുക്കട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, ആ ചിത്രം ഇതാണ്. ഇങ്ങനെ 2 വട്ടം തന്നിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ട് 2 വട്ടം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെയുള്ള തന്നിട്ടുണ്ട്. ഇത് എത്ര? ഇതിനെ എങ്ങനെയാണ് എഴുതുക? ഇത് 1 ആണ്, ഇത് 1 ആണ്. ഇത് എത്രയാണ്?
1/4 ആണ്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? 1 1 2. അപ്പൊ 2 1/4. ഇതേമാതിരി എഴുതാൻ അറിയാലോ. 3 ഉണ്ടാവുമ്പോ 1 2 3 തന്നിന്, എന്നിട്ട് ഇങ്ങനെ ഒന്ന് തന്നിന്, എന്നിട്ട് അതിനെ ഇങ്ങനെ 6 പീസാക്കി മാറ്റി. ഈക്വൽ പീസാണ്. എന്നിട്ട് ഇവിടെ ഒരു പീസ് ഷെയ്ഡ് ചെയ്ത്. അപ്പൊ എത്ര പേര്? ഇതൊന്ന് ഇതൊന്ന് ഇതൊന്ന്. അപ്പൊ എത്രയായി ടോട്ടല്? 3 3. ഇതെത്രയാണ്? 1/6. കാരണം 6 ഒരു പീസ് അല്ലേ എടുക്കുന്നത്. ഇതേമാതിരി എഴുതുകയാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. അപ്പൊ ഇത് ഈസി ആണല്ലോ. ഓക്കെ. നെക്സ്റ്റ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. സമയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് സമയവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എത്ര മിനിറ്റാന്ന് പൂരിപ്പിക്കാൻ തരും. അത് നിങ്ങൾക്കറിയാം, 60 മിനിറ്റാണ്. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണും, 1 മണിക്കൂർ എത്ര സെക്കൻഡ്. അപ്പോൾ അത് ഓർമ്മിക്കണം. 3600 സെക്കൻഡാണ്. 180 മിനിറ്റ് എത്ര മണിക്കൂർ? 180 മിനിറ്റ് എത്ര മണിക്കൂർ എന്നാണ് ചോദിച്ചത്. എത്ര മണിക്കൂർ? ഇംഗ്ലീഷിലാണെങ്കിൽ 180 മിനിറ്റ് എത്ര അവർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം 60 മിനിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? 1 മണിക്കൂർ വരല്. അപ്പോൾ 180 എത്ര 60 എന്ന് നോക്കിയാൽ മതി. 60 കുറച്ചാൽ എത്ര കിട്ടും? 120. വീണ്ടും 60 കുറച്ചാൽ എത്ര കിട്ടും? 60. വീണ്ടും നമുക്ക് 60 കുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ എത്ര 60 ഉണ്ട് നോക്കിയാൽ? 160, 260, 360. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഉത്തരം? 3 മണിക്കൂർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ. ഈ 180 പകരം ഇനി 200 ആണെന്ന് വിചാരിച്ചോ. എത്ര മണിക്കൂർ സമയം മിനിറ്റ് എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 ഒരു 60 കുറക്കുക. അപ്പോൾ നമുക്ക് 140 കിട്ടും. വീണ്ടും ഒരു 60 കുറക്കുക. അപ്പോൾ 80 കിട്ടും. വീണ്ടും ഒരു 60 കുറക്കുക. പിന്നെ 20 കിട്ടും. പിന്നെ 60 കുറക്കാനാവില്ലല്ലോ. ഇല്ല. അപ്പൊ എത്ര മണിക്കൂർ? 1 2 3. എത്ര? ഈ ബാക്കി വരുന്നത് എന്താണ്? മിനിറ്റ് ആണ് വരിക. 20 മിനിറ്റ്. അപ്പൊ മിനിറ്റിനെ മണിക്കൂറാക്കാൻ കൃത്യമായിട്ട് 60 കുറച്ച് പോയാലും മതി. ഓക്കെ. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കണേ. ഓക്കെ. പിന്നെ ഡാഷ് മിനിറ്റ് 3 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ ഡാഷ് മിനിറ്റ് 3 മണിക്കൂർ 20 മിനിറ്റ് എത്ര മിനിറ്റ്? 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് 180 മിനിറ്റ്. അതിൻ്റെ കൂടെ 20 മിനിറ്റും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 200 മിനിറ്റ്. അതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മണിക്കൂർ 50 മിനിറ്റ് ഡാഷ് സെക്കൻഡ് 4 മണിക്കൂർ. 4 മണിക്കൂറിന് തുല്യമാവേണ്ടത്. അപ്പൊ 4 മണിക്കൂറിന് തുല്യം കിട്ടാൻ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 3 മണിക്കൂർ 3 അവേഴ്സ് 50 മിനിറ്റ്. പിന്നെ എത്ര വേണം? പിന്നെ വേണ്ടത് 10 മിനിറ്റ് ആണ് വേണ്ടത് അല്ലെ. 50 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് അല്ലേ വേണ്ടത്? 10 മിനിറ്റ്. കാരണം 50 മിനിറ്റും 10 മിനിറ്റും 60 മിനിറ്റ്. അപ്പൊ 3 മണിക്കൂറിന്റെ പകരം 60 മിനിറ്റ്. 1 മണിക്കൂർ 4 മണിക്കൂറാവും. അപ്പൊ ഇവിടെ നമ്മളുടെ 10 മിനിറ്റ് ആണെങ്കിൽ നമ്മളോട് ചോദിച്ചത് സെക്കൻഡ് ആണ് ചോദിച്ചത്. സെക്കൻഡ് എത്ര ചോദിച്ചത്. അപ്പൊ 10 മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? ഉത്തരം 600 സെക്കൻഡ്. അല്ലെ, 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ. അപ്പൊ 10 മിനിറ്റ് 600 സെക്കൻഡ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 ക്ലോക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. ആ ക്ലോക്കിൽ ഓരോരു സമയം എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സമയമാണ്? 5 1/4 5 അതിന്റെ ക്വാർട്ടർ, അതേപോലെ തന്നെ 4 ഹാഫ് 3 3/4. ഇങ്ങനെയുള്ള ക്ലോക്ക് വരച്ചിട്ട് അതിന് സമയം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ക്ലോക്ക് വരയ്ക്കാൻ കുട്ടികൾ പഠിക്കണം. എന്താണ് ചെയ്യുന്നത്? ഇവിടെ 12 ഇടുക, ഇവിടെ 6 ഇടുക, ഇവിടെ 3 ഇടുക, ഇവിടെ 9 ഇടുക, അല്ലെങ്കിൽ 3 6 9 12 എഴുതുക. അങ്ങനെ അതിൽ ഓരോരോ വര ഇങ്ങനെ നേരെ കൊടുക്കുക. പിന്നെ ഈ 2 വരയുടെ ഇടയ്ക്ക് 2 വര ഒരേ ദൂരത്തിൽ 2 വര. ഓക്കെ. അപ്പോൾ എന്തായി? 2 വര വരച്ച ക്ലോക്കായി. ഇത് 1, ഇത് 2, 3 4 5 7 8 10 11 ക്ലോക്ക് റെഡി. ഇനി എന്താ ചെയ്യേണ്ടത്? 5:15 അല്ലേ. 5:15 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 4 എന്ന് പറയുമ്പോൾ അറിയാം മിനിറ്റ് സൂചി എവിടെ ഉണ്ടാവും? 3ന്റെ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പൊ മറ്റേത് 5 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. 5 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. 4:30 നിങ്ങൾക്ക് ആക്കാൻ പറ്റുമല്ലോ. ഈ അര വരുമ്പോൾ എത്രയുണ്ടാവും? 6ന്റെ ഇടയ്ക്ക് ഉണ്ടാവും. പിന്നെ 4 കഴിഞ്ഞിട്ടായാൽ 4:30. 3:45 എന്ന് പറയുമ്പോൾ എന്താണ് വരിക?
അപ്പോൾ മുക്കാൽ എന്ന് പറയുമ്പോൾ എത്ര വരും? 3/4 എന്ന് പറയുമ്പോൾ 45 അടുത്ത് വരും. മിനിറ്റ് സൂചി പിന്നെ 3-ന്റെയും 4-ന്റെയും അടുത്ത്, അതായത് 4-ന്റെ അടുത്ത് വരും 3:45 എന്ന് പറയുന്ന സൂചി. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് മീഡിയംകാർ പഠിക്കണം. 3/4 എന്ന് പറഞ്ഞാല് അതിനെ വായിക്കേണ്ടത് എങ്ങനെയാണ്? ക്വാർട്ടർ ടു 4 എന്നാണ് പറയുക. 4-ന് ക്വാർട്ടർ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് പറയുക. അടുത്ത സമയത്തിന്റെയാണ് പറയുക. പക്ഷെ ഇതൊക്കെ കറക്റ്റ് തന്നെ. ഓക്കെ, ഇത് ക്വാർട്ടർ ടു, ഇത് എത്രയാണ്? ഹാഫ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ (5). ഇത് (4). ഓക്കെ, അതങ്ങനെ ഇത് നെക്സ്റ്റ് ടൈമിൽ വെച്ചിട്ടാണ് പറയുക. ഓക്കെ, എഴുതാൻ പറഞ്ഞാൽ കേട്ടോ, ആ സമയം എഴുതാൻ പറഞ്ഞാൽ, വേർഡിൽ എഴുതാൻ പറഞ്ഞാലാണ് അങ്ങനെ ചെയ്യേണ്ടത്. മലയാളം കുട്ടികൾക്ക് കുഴപ്പമില്ല, അവർക്ക് 4, അര, മുക്കാൽ എന്ന് പറഞ്ഞിട്ട് തന്നെ സമയം എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കാണുന്നത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണാം. സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 10 മണി ഇൻ ദ മോർണിംഗ്. 10 മണിക്ക് സ്കൂൾ ആരംഭിക്കും, എന്നിട്ട് 4 മണി വരെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടവേള 11:20 to 11:30 ആണ്. 11:20 മുതൽ 11:30 വരെ ഇടവേളയാണ്. ഓക്കെ, പിന്നെ ഒരു ഇന്റർവെൽ ഇല്ല. ഇപ്പൊ അറിയോ? 3:10 മുതൽ 3:20 വരെ, 3:10 to 3:20 വരെ. സ്കൂള് പ്രവർത്തിക്കുന്ന എപ്പ? 10 to 4 PM, 10 AM to 4 PM. എങ്കിൽ പഠിക്കുന്ന സമയം, പഠന സമയം എത്ര എന്നുള്ളതാണ് അവര് ചോദിച്ചത്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? 10 AM to 4 PM എന്ന് പറയുമ്പോൾ AM-ഉം PM-ഉം ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ 10 AM ഉണ്ട്, 4 PM ഉണ്ട്. അപ്പൊ AM-ഉം PM-ഉം ആയിട്ട് സമയം വരുമ്പോൾ ആര് ഉണ്ടാവും ഇടക്ക്? അതിനിടയ്ക്ക് ഒരു 12-നെ കണക്ട് ചെയ്യണം. 10 മുതൽ 12 വരെ 2 മണിക്കൂർ, 12 മുതൽ 4 വരെ 4 മണിക്കൂർ. ഇതൊക്കെ ക്ലാസ്സിൽ ഇഷ്ടംപോലെ പറഞ്ഞാണ് നമ്മൾ. 2ഉം 4ഉം കൂട്ടി നമുക്ക് എത്ര? 6 മണിക്കൂറാണ് 10 മണി മുതൽ 4 മണി വരെ വരിക. 6 മണിക്കൂർ. ഓക്കെ, അതിന് ഇടവേള എത്ര? 11:20 to 11:30. എത്ര മിനിറ്റ് വരും ഇത്? മണിക്കൂറിൽ മാറ്റമില്ലല്ലോ, മിനിറ്റിൽ മാറ്റം. എത്ര മിനിറ്റ്? 10 മിനിറ്റ്. 3:10 3:20 എത്ര മിനിറ്റ്? 10 മിനിറ്റ്. അപ്പൊ 10 മിനിറ്റ് ഇട, 10 മിനിറ്റ് ഇവിടെ, 10ഉം 10ഉം 20 മിനിറ്റ്. അപ്പൊ 6 മണിക്കൂറിന് 20 മിനിറ്റ് കുറക്കണം. നോക്ക്, 6 hours, 6 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റ് ആണ് കുറക്കേണ്ടത്. 20 മിനിറ്റ് നമുക്ക് കുറക്കണം. അപ്പൊ നോക്കാം, 5 മണിക്കൂറും ആൻസർ തന്നെ. 5 മണിക്കൂറും എത്ര വരും? 40 മിനിറ്റ് വരും. 5 മണിക്കൂറും 40 മിനിറ്റ്. ഓക്കെ, കാരണം ഈ 6 മണിക്കൂറാണ്, അതിൽ 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. അതിൽ നമ്മൾ 20 മിനിറ്റ് കുറച്ചിട്ട് 5 മണിക്കൂർ 40 മിനിറ്റ്. ഇതുപോലുള്ള ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 10ാമത്തെ ചോദ്യം അവിടെ നിങ്ങൾ കാണുന്നത് ഈ സമയങ്ങൾ. 10ാമത്തെ ചോദ്യത്തില് കാണുന്നത് സമയങ്ങള് 12 മണിക്കൂർ രാത്രിയാണോ രാവിലെയാണോ വൈകുന്നേരമാണോ എന്ന് സമയം നോക്കിയിട്ട് പറയാം. ഇപ്പൊ 4 AM, അതേപോലെ തന്നെ 5:10 PM, 5:10 PM, പിന്നെ 4 PM, 4 PM. ഇങ്ങനെ ഉണ്ടായാൽ ഈ സമയം ഏത് നേരത്തുള്ളതാണെന്ന്. 4 AM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാവിലെ 4 മണി. രാവിലെ 4 മണി. അതിൽ തിരിച്ചിട്ടും പറയാം, രാവിലെ 4 മണി എന്ന് പറഞ്ഞാൽ അതിന് 12 മണിക്കൂർ. ഇത് 4 AM എന്ന് നമുക്ക് പറയാൻ പറ്റും. 5:10 PM എന്ന് പറയുന്ന സമയത്ത് അത് എവിടെയാ? വൈകുന്നേരമാണ് അവർ വരിക. 5:10 PM എന്ന് പറയുമ്പോൾ വൈകുന്നേരം. അതായത് ഇത് മോർണിംഗില് 4 o'clock. 4 AM എന്ന് പറഞ്ഞാൽ 4 o'clock ഇൻ ദ മോർണിംഗ്. ഇത് 5:10 PM എന്ന് പറഞ്ഞാലോ എന്താ വരിക? ഈവനിങ്ങിൽ എത്ര വരും? 5:10 ഇൻ ദ ഈവനിങ് ആണ് ഇത് വരിക. ഓക്കെ, PM എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷം വരുന്നത് കൊണ്ട് 4 PM. അത് നമുക്ക് എത്ര കിട്ടും? വൈകുന്നേരം 4 മണി. ഈ 4 PM-ന് പകരം 10 PM ആണെന്ന് വിചാരിച്ചോ. 10 PM ആകുമ്പോൾ എന്തായി? വൈകുന്നേരം എന്താ വരിക? അത് എത്ര വരിക? രാത്രിയാണ് വരിക. ഓക്കെ, രാത്രി 10 മണി എന്ന് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ആണ് എങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? 10 o'clock in the night. 10 o'clock night at 10 o'clock. Okay,
അപ്പോൾ ഇതേമാതിരി രാവിലെയാണോ വൈകുന്നേരമാണോ രാത്രിയാണോ എന്ന് പറയാൻ വേണ്ടി കഴിയണം. വൈകുന്നേരം രാത്രിയും വരുമ്പോൾ അത് രണ്ടും PM ആണെന്ന് കൂടെ ഓർമ്മിച്ച് വെക്കുക. അതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 11ാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ബസ് 15:30 കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെടുന്നു. അത് 2:30 തിരുവനന്തപുരം എത്തിച്ചേരുന്നു എങ്കിൽ യാത്രക്ക് എടുത്തിട്ടുള്ള സമയം എത്രയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 15:30 എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതൊരു 24 മണിക്കൂർ 24 അവർ ക്ലോക്കാണ് അത് വരിക അല്ലേ. അപ്പൊ 15:30 മുതൽ 2:30 എന്ന് പറയുമ്പോൾ എപ്പോൾ വരിക? മോർണിംഗിൽ 2:30 ആണ്, 2:30 മണിയാണ് വരിക, രാവിലെ 2:30 മണി. അപ്പോൾ ഈ 15:30 ക്ലോക്ക് എന്ത് സംഭവിക്കും? അവിടെ 15:30 അവിടെയുണ്ട്, ഇവിടെയുള്ളത് 2:30 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ 15:30 ക്ലോക്ക് ആയതുകൊണ്ട് 24 മണിക്കൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, AM ഉം PM ഉം ആണ് ഇവിടെ. ഇവിടെ AM ഇവിടെ PM ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ 12 എന്നാണ് എഴുതുക. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കൂട്ടില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതുന്നത് 8 AM പിന്നെ 4 PM ആണെങ്കിൽ എത്ര സമയം കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയിട്ടിട്ട് എഴുതല് 12 ആണ് എഴുതുക. 12 മണിക്കൂർ ക്ലോക്കിൻ്റെതാണ് AM ഉം PM ഉം വരിക. ഇത് 15:30 ഉണ്ടായതുകൊണ്ട് അത് എത്ര വരും? 24 മണിക്കൂർ ക്ലോക്കാണ് വരിക. അപ്പൊ 15:30 മുതൽ 24 വരെ എത്ര വരും നോക്കണം. ശ്രദ്ധിക്കുക, 15:30 to 16 എത്ര വരും? 16 എത്ര വരും? 30 മിനിറ്റ് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 30 മിനിറ്റ് കിട്ടും. ആ 16 മുതൽ 24 വരെ എത്ര കിട്ടും? 16 to 24 എത്ര വരും? 24 16 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, കുറച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? 8 hours കിട്ടും. 8 hours. മറ്റേത് കിട്ടുന്നത് മിനിറ്റ് ആണ്, 8 മണിക്കൂർ ഇവിടെ കിട്ടും. 24 to 2:30, 24 to 2:30 അത് കണ്ടുപിടിക്കാൻ ഒരു വിഷമില്ല. 24 to 2:30 ആകുമ്പോൾ ഈ ടൈം തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എത്ര വരിക? 2 hour 30 മിനിറ്റ്. 2:30 പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അർത്ഥം. 2 hour 30 മിനിറ്റ്. അപ്പോൾ ആകെ എത്ര അവർ ഉണ്ട് നോക്കിയാൽ 8 hour ഇവിടെ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 2 hour. 8 hour 2 hour കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 10 hour കിട്ടും. 10 മണിക്കൂർ കിട്ടും. പിന്നെ നോക്ക്, 30 മിനിറ്റ് ഇവിടെ ഉണ്ട്, 30 മിനിറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 60 മിനിറ്റ്. 60 മിനിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 1 മണിക്കൂർ എഴുതാം. അപ്പൊ 10 മണിക്കൂറും 1 മണിക്കൂറും കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും 11 hours. 11 മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ, 24 മണിക്കൂർ ക്ലോക്കിൽ എഴുതേണ്ട കാരണം 12 മേലെ സമയം വന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിയിട്ട് തന്നെ കൃത്യമായിട്ട് ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കിനി പറയാൻ പോകുന്നത് 12ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ 12 മണിക്കൂർ ക്ലോക്കിലെ സമയം ഏത്, 24 മണിക്കൂർ ക്ലോക്കിലെ സമയം ഏത് എന്ന് കണ്ടെത്തലാണ്. കുറച്ച് സമയങ്ങൾ നിങ്ങൾക്ക് തരും. ആ സമയങ്ങൾ ഏത് ക്ലോക്കിലെ സമയമാണ് എന്ന് പറയാൻ പറ്റണം നിങ്ങൾക്ക്. അപ്പോൾ നോക്കാം, 4 ഇപ്പൊ ഒരു ഒറ്റൊരു ഉദാഹരണം നമുക്ക് ഇവിടെ തരുന്നത് 14:20. അപ്പൊ ഏത് ക്ലോക്കാണിത്? 24 hour ക്ലോക്ക്. 24 hour ക്ലോക്ക്. മനസ്സിലായല്ലോ? കാരണം മനസ്സിലായല്ലോ, 24 മണിക്കൂർ ക്ലോക്ക് ആവാനുള്ള കാരണം ഇത് 12 മേലെയുള്ള സമയം ഇവിടെ നമുക്ക് ആ തരത്തിൽ നമുക്ക് എഴുതിയത് കൊണ്ടാണ്. പിന്നെ അതേമാതിരി 8:30 എന്ന് പറയുമ്പോൾ ഏത് ക്ലോക്ക് ആവാം? 8:30 എന്ന് പറയുമ്പോൾ അത് 24 മണിക്കൂർ ക്ലോക്കും ആവാം, 12 മണിക്കൂറും ആവാം. 12 മണിക്കൂറിന്റെ ക്ലോക്കിലും വരാം. അതേപോലെ തന്നെ 24 മണിക്കൂറിന്റെ ക്ലോക്കിലും എത്ര വരാം? 8:30 വരാം. രാവിലെ 8:30 അതിലേക്കൂടായിട്ട് വരാം. 8:30 എന്ന് പറയുമ്പോൾ ഇനി 8:30 AM ആകുമ്പോഴാണ് എന്ത് വരുന്നത്? 12 മണിക്കൂർ ക്ലോക്ക് വരുന്നത്. വെറും 8:30 മാത്രമാണ് നമുക്ക് കാണിക്കുന്നതെങ്കിൽ അത് എന്താവാം? 12 മണിക്കൂറിലും വരാം, 24 മണിക്കൂറിലും 8:30 എന്ന് പറയുന്ന ടൈം നമുക്ക് വരാം. ഇനി 11:38 ആണെങ്കിലോ 11:38. അപ്പൊ 2 ക്ലോക്കിലും എന്തുണ്ടാവും? 11:38 ഇതിന്റെ ടൈം ഉണ്ടാവും. അപ്പൊ ഏതിൽ മുതലാ മാറ്റം വരുന്നത്? അതിന് മുകളിൽ വരുന്നതാണ് മാറ്റം വരുന്നത്. ഓക്കെ, 23:10.
23:10 എന്ന് പറയുമ്പോൾ ഏത് ക്ലോക്കിൽ മാത്രമേ വരുള്ളൂ? അത് 24 മണിക്കൂർ ക്ലോക്കിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ എന്താ ഓർമ്മിക്കേണ്ടത്? 12 മണിക്ക് മുന്നേ ഉള്ള സമയങ്ങൾ 2 ക്ലോക്കിലും ഉണ്ടാകും. ഓക്കെ, 12 മണിക്ക് ശേഷമുള്ളത് 12ന് മുകളിലുള്ള സമയമാണെങ്കിൽ 24 മണിക്കൂറിലുള്ള സമയം. 12 മണിക്ക് ശേഷം PM ഇട്ടിട്ടാണ് എഴുതുന്നതെങ്കിൽ 12 മണിക്കൂർ ക്ലോക്കിലെ സമയം. ഓക്കെ, ശരി. അപ്പൊ ഇത് നിങ്ങളൊന്ന് പഠിക്കണം. ഇനി ഇതിലെ തന്നെ ഇങ്ങനെ നമുക്ക് തന്നു വിചാരിച്ചാലോ, 00:20 00:20 ഏത് സമയത്തിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നുണ്ടാവുക? അർദ്ധരാത്രി 20, അതായത് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ആകുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ 24 മണിക്കൂർ ക്ലോക്ക് ആണെങ്കിൽ അർദ്ധരാത്രി 24 കഴിഞ്ഞിട്ട് 20 വരുമ്പോ 23 മണിക്കൂർ വരെ കഴിയില്ലേ? 23 മണിക്കൂർ കഴിഞ്ഞാൽ 23 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ 24 വരും. അത് 24 എന്ന് പറയുമ്പോൾ ഏത് സമയമായിരിക്കും? അർദ്ധരാത്രി, മിഡ് നൈറ്റ് ആണ് വരിക. അത് കഴിഞ്ഞിട്ടുള്ള 20 മിനിറ്റ്, അതായത് 1 മണി ആവുന്നതിന് മുമ്പുള്ള 20 മിനിറ്റ്. അപ്പൊ ഇതിന്റെ അർത്ഥം എത്രയാണ്? മിഡ് നൈറ്റിലാണ് വരുന്നത്. മിഡ് നൈറ്റ്, അർദ്ധരാത്രിയാണ് ഈ സമയം വരുന്നത്. എത്രയായി അന്നേരം? 20 മിനിറ്റ് സമയമായി. ഓക്കെ, 20 മിനിറ്റ് സമയം. അപ്പൊ അതിനെന്ത് ഉണ്ടാവില്ല? മണിക്കൂർ ഉണ്ടാവില്ല, അവർ ഉണ്ടാവില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അതേ സമയത്ത് 12:20 വന്നാലോ? 12:20 വന്നാല് ഉച്ചക്ക് ശേഷമുള്ളതാണ്. 12:20 ഉച്ചക്ക് ശേഷമുള്ള സമയം. ഇവിടെ 00 വരുമ്പോൾ മാത്രമാണ് എന്താവുന്നത്? മിഡ് നൈറ്റ്, അർദ്ധരാത്രി വരുന്നത്. ഓക്കെ, ഇത് 12 മണിക്ക് ശേഷമുള്ള 20 മിനിറ്റ്. ഓക്കെ, ഉച്ചക്ക് കേട്ടോ. ഓക്കെ, 12 വന്ന ഉച്ചക്ക്, 12 മണി അല്ലാതെ വന്നു കഴിഞ്ഞാൽ 00 വന്നാലാണ് മിഡ് നൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കലണ്ടറിൽ വരുന്നത് 2025 ജനുവരി 1 ബുധനാഴ്ചയെങ്കിൽ 53 ദിവസം ഏതിനാണെന്ന് ഓർക്കുക. 2025 ആണ് വരുന്നത്. ഇത് സാധാരണ വർഷമാണ്. സാധാരണ വർഷം അല്ലെങ്കിൽ ഓർഡിനറി ഇയർ ആണ്. സാധാരണ വർഷമാണ് അല്ലെങ്കിൽ ഓർഡിനറി ഇയർ ആണ്. ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ല. അപ്പോ ഇതിന് എത്ര ഉണ്ടാവും? ഒറ്റ ദിവസം മാത്രമാണ് ഇവിടെ 53 ഉണ്ടാവല്. അപ്പൊ ജനുവരി 1 വരുന്ന തീയതിയാണ് എത്ര വരുന്നത്? 53 ഡേയ്സ് വരുന്നത്. 53 ദിവസം വരുന്നത് ജനുവരി 1 വരുന്ന ഡേറ്റ്, തീയതിയാണ്. ജനുവരി 1 ഏത് തീയതിയാണോ അതാണ്. ജനുവരി 1 ബുധനാഴ്ചയാണ്. അപ്പോൾ 53 ദിവസം വരുന്നത് എന്താണ്? ബുധനാഴ്ചയാണ്. ഈ ആൻസർ വെൻസ്ഡേ അല്ലെങ്കിൽ എന്താണ് പറയാ? ബുധൻ ആഴ്ചയാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇനി ഈ വർഷം ജനുവരി അങ്ങനെ പറഞ്ഞു വെച്ചോ. ഇത് 2024 അല്ലേ? ഓക്കെ, 2024 ലീപ്പ് ഇയർ ആണ്. അതും ശ്രദ്ധിക്കണം. ഏതാണ് പരീക്ഷയ്ക്ക് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. 2024 ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാല് അതിവർഷമാണ്. അതിവർഷം ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവിടെ 2 ദിവസം എക്സ്ട്രാ ഉണ്ടാവും. 2 ദിവസം എക്സ്ട്രാ ഉണ്ടാവും അല്ലേ? 52 ആഴ്ചയും കഴിച്ചിട്ട് 2 ദിവസം ഉണ്ടാവും. അപ്പോ 53 ദിവസങ്ങൾ വരുന്ന 53 ഡേയ്സ് വരുന്ന എത്ര ദിവസം ഉണ്ടാവും? 2 ഡേയ്സ് ഉണ്ടാവും. അത് ഏതെല്ലാം ആയിരിക്കും? ജനുവരി 1 ജനുവരി 2 ആയിരിക്കും വരിക. അധികം വരുന്നത് 53 ദിവസം വരുന്നത് ജനുവരി 1 ജനുവരി 2 ആയിരിക്കും. അപ്പൊ ജനുവരി 1 ഇവിടെ തിങ്കളാഴ്ച തന്നു. അപ്പൊ 53 ദിവസം വരുന്നത് ഏതായിരിക്കും? തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. മൺഡേ തിങ്കളാഴ്ചയും, മൺഡേ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച, പിന്നെ മറ്റേത് ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാല് ട്യൂസ്ഡേ വരും. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇത് 2024 ലീപ്പ് ഇയറിൽ അതിവർഷത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അതാ ട്രിക്ക് തന്നെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വർഷം ഡിസംബറിൽ 5 ചൊവ്വാഴ്ചയും
4 ബുധനാഴ്ചയും ഉണ്ടെങ്കിൽ ഡിസംബർ 1 ഏത് ദിവസമായിരിക്കും? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഇതേമാതിരിയുള്ള ചോദ്യം. അപ്പൊ അതിന് ആദ്യം ഓർമ്മിക്കേണ്ടത് ഡിസംബറിൽ എത്ര ദിവസമായില്ല? ഡിസംബറിൽ എത്ര ദിവസമായില്ലത്? 31 ദിവസമുണ്ട്. അത് ആദ്യം ഓർമ്മിക്കണം. അപ്പൊ 31ാമത്തെ ദിവസം എന്ന് പറയുന്നത് 31ാമത്തെ ദിവസം, മലയാളത്തിൽ 31ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലാക്കണം. അത് 5 എണ്ണം വരുന്ന ദിവസമാണ്. 5 എണ്ണം വരുന്ന ദിവസം. ഇവിടെ ഏതാ 5 എണ്ണം വരുന്നത്? ചൊവ്വാഴ്ച, ട്യൂസ്ഡേ. അപ്പൊ എന്താണ് വരുന്നത്? 5 എണ്ണം വരുന്നത്. 5 നമ്പേഴ്സ്, 5 വരുന്നതാണ് കേട്ടോ. ഓക്കെ 5 നമ്പേഴ്സ്, 5 എണ്ണം വരുന്നതാണ് എന്ത് വരുന്നത്? 31ാമത്തെ ദിവസം വരുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണേ. 31ാമത്തെ ദിവസം ചൊവ്വാഴ്ചയാണെങ്കിൽ, ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ആണെങ്കിൽ കുട്ടികളെ ഇതിൽ നിന്ന് 7 കുറക്കുക. അപ്പൊ 24, 7 കുറക്കുക 17, 7 കുറക്കുക 10, 7 കുറക്കുക എത്ര? 3. ഓക്കെ, അപ്പൊ 3-ാം തീയതി എന്ത് വരും? ഇതിന് 7 ആണ്. 7 7 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ ഈ 3 ഇതൊക്കെ 24-ാം തീയതിയും ചൊവ്വാഴ്ചയാണ്, 17-ാം തീയതി ചൊവ്വാഴ്ച, ചൊവ്വാഴ്ച ട്യൂസ്ഡേ, 10-ാം തീയതി ട്യൂസ്ഡേ, 3-ാം തീയതി ട്യൂസ്ഡേ. ഓക്കെ, 3-ാം തീയതി ട്യൂസ്ഡേ ആണ് എങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? നമുക്ക് ഫസ്റ്റ് ഡേ കണ്ടുപിടിക്കാം. ഏതാ വരിക? ട്യൂസ്ഡേന്റെ 2-ാം തീയതി മൺഡേ വരും, 1-ാം തീയതി ഞായറാഴ്ച വരും. അപ്പൊ ഫസ്റ്റ് ഡിസംബർ ഏതാണ് വരിക? ഞായർ, സൺഡേ ആണ് ഉത്തരം വരിക. ശരിക്കും പഠിക്കണേ, ശ്രദ്ധിക്കണം. ഡിസംബർ എന്ന് പറഞ്ഞുകൊണ്ട് 31 ദിവസം തരണം എന്നില്ല. നമ്മൾ ഡിസംബറിന് 31 ദിവസമാണെന്ന് അറിയണം. ചില ചോദ്യത്തിൽ പറയും 31 ദിവസമുള്ള ഒരു മാസത്തിൽ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് 31-ാം തീയതി 5 ആഴ്ച വരുന്ന ദിവസം എഴുതുക. എന്നിട്ട് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഒരു മാസത്തിലെ 2 ഞായറാഴ്ചയിലെ തീയതികളുടെ തുക 15 ആയാൽ ആ മാസത്തെ ആദ്യ ദിവസം എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, 2 ഞായറാഴ്ചകളിലെ തീയതികളുടെ തുക എന്ന് പറഞ്ഞ അർത്ഥം ഒരു ദിവസവും അടുത്ത ഞായറാഴ്ചയും കൂട്ടിയപ്പോ അല്ലേ, ഈ ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയും കൂട്ടിയപ്പോ എത്ര കിട്ടി? 15 കിട്ടി. ഞായറും തീയതി കൂട്ടിയപ്പോ ഇതിന്റെ ഡേറ്റ് ആണ്. ഈ ഡേറ്റും കൂട്ടിയപ്പോ എത്ര കിട്ടി? 15 കിട്ടി. അപ്പോ ഏതെങ്കിലും ദിവസം ആവാം. നോക്ക് നിങ്ങൾ, ഞായറാഴ്ച 1 എന്ന് വിചാരിക്കുക. അപ്പൊ 1ന്റെ ഒപ്പരം അടുത്ത ഞായറാഴ്ച അപ്പൊ എത്രയായിരിക്കും? 8. 1ന്റെ ഒപ്പരം 7 കൂട്ടിയിട്ടല്ലേ വേണ്ട? 1, 8, 9. അത് ശരിയാവില്ല, 15 ആയിട്ടില്ലല്ലോ. 2 എന്ന് വിചാരിച്ചോ, രണ്ടാമത്തത് ഞായറാഴ്ച 2 എന്ന് കരുതുക. അപ്പൊ 2ന്റെ ഒപ്പരം 7 കൂട്ടിയ എത്ര? 9. അപ്പൊ 11. അതും ശരിയാവില്ല. 3 ആവുക. അപ്പൊ 10 വരും അല്ലേ? 3ഉം 10ഉം 13. മനസ്സിലായോ? 10 കണ്ട മനസ്സിലായോ? ഈ 3 ഞായറാഴ്ച ആണെങ്കിൽ അടുത്ത ഞായറാഴ്ച 10 ആയിരിക്കും, 7 കൂട്ടിയിട്ടായിരിക്കും. 4 ആണെങ്കിൽ 4ഉം 7ഉം 11 ആണ് വരിക. അപ്പൊ 15 കിട്ടും. 15 കറക്റ്റ് ആയില്ലേ? അപ്പൊ ഏതെല്ലാം തീയതി വരിക? 4ഉം 11ഉം ആണ് ഞായറാഴ്ച വരിക. അപ്പോൾ നമ്മളോട് ചോദിച്ചിനെ ആ മാസത്തെ ആദ്യത്തെ ദിവസമാണ് ചോദിച്ചത്. അപ്പൊ 4-ാം തീയതി ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4-ാം തീയതി സൺഡേ, ഞായറാഴ്ച എന്ന് കിട്ടി. 4-ാം തീയതി സൺഡേ എന്ന് പറഞ്ഞാല് ഞായറാഴ്ച. 4-ാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ നോക്ക്, 4-ാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ 3, 2, 1 നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സൺഡേ എങ്കിൽ സൺഡേക്ക് മുമ്പിലുള്ള ദിവസം, പിറകിൽ ഉള്ള ദിവസം ഏതാണ്? അത് സാറ്റർഡേ ആണ്. പിന്നെ ഏതാണ് വരിക? ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഫ്രൈഡേ, വെള്ളിയാഴ്ചക്ക് മുന്നേ വരുന്ന ദിവസം ഏതാണ്? തേഴ്സ്ഡേ, വ്യാഴാഴ്ച. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 1-ാം തീയതി ഏത് ദിവസം? വ്യാഴം. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 17-ാമത്തെ ചോദ്യം, 7 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എത്ര മില്ലിമീറ്റർ എന്നാണ്? 7 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ
എത്ര മില്ലിമീറ്റർ, എം എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ എന്നാണ്. ഓക്കെ, 7 സെന്റിമീറ്റർ, അതിന് നമുക്ക് എത്ര എഴുതാം? 7 സെന്റിമീറ്ററിന് 70 മില്ലിമീറ്റർ ആണ്. കാരണം എന്താ? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പഠിക്കണം 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 70 മില്ലിമീറ്ററും പിന്നെ അതിന്റെ കൂടെ 3 മില്ലിമീറ്ററും കൂട്ടി നമുക്ക് എത്ര കിട്ടും? 73 മില്ലിമീറ്റർ ആണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, അതേമാതിരി 12 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ, അതിന്റെ ഉത്തരം നമുക്ക് രണ്ടാമത്തെ ഉത്തരം 127 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ 5 7/10 സെന്റിമീറ്റർ. നോക്ക്, 5 7/10 സെന്റിമീറ്റർ. അതിന് ചോദ്യം പറഞ്ഞത് എത്ര സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ എന്നാണ്. അപ്പൊ അതിന് ഉത്തരം എത്ര? 5 സെന്റിമീറ്റർ. എത്ര മില്ലിമീറ്റർ ഉണ്ടാവുക? 7 മില്ലിമീറ്റർ. 7 മില്ലിമീറ്റർ അല്ലെങ്കിൽ 7 mm. ഓക്കെ, 5 സെന്റിമീറ്റർ 7/10 ഉണ്ടായതുകൊണ്ടാണ് എന്തായത്? മില്ലിമീറ്റർ ആയിട്ട് വന്നത്. പിന്നെ അതിൽ വരുന്നതാണ് 7.25 മീറ്റർ. എത്ര സെന്റിമീറ്റർ? 7.25 മീറ്റർ എത്ര സെന്റിമീറ്റർ എന്നാണ് ചോദ്യം. നോക്കുക, 7.25 ആണ് വരിക. അപ്പോൾ 7 മീറ്റർ എത്ര കിട്ടും? അപ്പോൾ ഇതിന് നമുക്ക് എഴുതാം 7 മീറ്ററും 7 മീറ്റർ 25 എന്ത് കിട്ടും? നമുക്ക് ഇവിടെ സെന്റിമീറ്റർ. 7 മീറ്റർ 25 സെന്റിമീറ്ററിന് അതിന് എഴുതാം. 0.25 25 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ ഇനി നമുക്ക് ഇതിനെ സെന്റിമീറ്റർ ഫുൾ സെന്റിമീറ്ററിലാക്കാം. 1 മീറ്റർ എത്രയാണ്? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പൊ 7 മീറ്റർ എത്ര കിട്ടും? 700 സെന്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ 25 സെന്റിമീറ്ററും രണ്ടും കൂടെ കൂട്ടിയാൽ 725 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, അല്ല അതേമാതിരി തന്നെ 1 ലിറ്റർ 3 ലിറ്റർ 325 മില്ലി ലിറ്റർ. 3 ലിറ്റർ 325 മില്ലി ലിറ്റർ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഏതിലാണ് എഴുതേണ്ടത്? എല്ലാം മില്ലി ലിറ്റർ എഴുതണം. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3000 മില്ലി ലിറ്റർ ആണ്. പിന്നെ 325 മില്ലി ലിറ്ററും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും 3325 മില്ലി ലിറ്റർ കിട്ടും. അതിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അടുത്തത്. നോക്കൂ, 1 ലിറ്റർ 15 മില്ലി ലിറ്റർ. ശ്രദ്ധിക്കണേ, 1 ലിറ്റർ 15 മില്ലി ലിറ്റർ. ശ്രദ്ധിക്കണം, 15 മില്ലി ലിറ്റർ. അപ്പൊ അതിൽ എത്ര മില്ലി ലിറ്റർ വരുമെന്നാണ് ചോദ്യം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് 1000 മില്ലി ലിറ്റർ. പിന്നെ 15 മില്ലി ലിറ്റർ. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ 1015 മില്ലി ലിറ്റർ എന്ന് പറയുന്നതിന്റെ ആൻസർ വരും. അതുമാതിരി തന്നെ കിലോഗ്രാമിന്റെ കണക്കും നിങ്ങൾക്ക് 1000 വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 3 കിലോഗ്രാം 210 ഗ്രാം. നോക്കൂ, 3 കിലോഗ്രാം 210 ഗ്രാം. ലിറ്ററിന്റെ അതേ ഐഡിയ വെച്ചിട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. 3 കിലോഗ്രാം കെ ജി എഴുതാം. 210 3 കിലോഗ്രാം 210 ഗ്രാം. അതിനെ ഗ്രാമിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ 3 കിലോഗ്രാം എങ്ങനെ എഴുതാം? 3000. 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. അപ്പൊ ഇത് 3000 ഗ്രാമായി. പിന്നെ 210 ഗ്രാം രണ്ടും കൂടെ കൂട്ടിയ 3210 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. ശ്രദ്ധിക്കണം, ഓർമ്മിക്കണം, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാല് 1000 ഗ്രാം. 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അവിടെ കാണാം. 3 കേക്ക് 4 പേർക്ക് വീതി തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നത് എത്ര ഭാഗം? 3 കേക്ക് 4 ആൾക്ക് വീതിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ? എത്ര ആൾക്കാണോ വീതിക്കുന്നത് അത് വൈകിട്ട് എഴുതിയാൽ മതി. അപ്പൊ ആൻസർ 3/4 ഭാഗം. 3/4
ഭാഗമാണ് ഒരാൾക്ക് കിട്ടുക. ഓക്കെ, 3/4 പാർട്ട് ഒരാൾക്ക് കിട്ടും. അതിന് ആൻസറായി. അടുത്തത് 7 ലിറ്റർ പാല് 3 കുപ്പികളിലാക്കിയാൽ, ഒരേപോലെ 3 കുപ്പികളിലാക്കിയാൽ ഒരു കുപ്പിയിൽ എത്ര ഉണ്ടാവും? അപ്പോൾ 7 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. അത് ഏതിലാണ് ആക്കുന്നത്? ഇൻറ്റു 8 ബോട്ടിൽസ് ഇൻ ഈക്വൽ, 8 ബോട്ടിൽസിൽ ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഷെയർ ചെയ്താൽ 7 ലിറ്റർ പാൽ മിൽക്ക് ഉണ്ട്. 7 ലിറ്റർ മിൽക്കാണ്. ഡിവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 8 ആൾക്ക്. അപ്പോൾ ആൻസർ 7/8 ലിറ്റർ എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസറായി. 7 ലിറ്റർ 8 പേർക്കാണ്. അപ്പോൾ /8. ഓക്കെ. പിന്നെ 20ാമത്തത് 10 പേന 3 പേർക്ക് തുല്യമായി നൽകിയാൽ ഒരാൾക്ക് എത്ര പേന കിട്ടുമെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണം, അതിൻ്റെ ആൻസർ വരിക 10/3. 3 പേർക്ക് എന്ന് പറയുമ്പോൾ ആ പേർക്ക് എന്ന് പറയുന്നതാണ് നമുക്ക് താഴെ വരുന്നത്. ഓക്കെ, 3 പേർക്ക്. ഓക്കെ, 10/3. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10ൽ എത്ര 3 എന്ന് നോക്കിയാൽ 10ൽ ഒരു 3 കുറച്ചു. അപ്പോൾ നമുക്ക് 7 കിട്ടി. വീണ്ടും ഒരു 3 കുറച്ചു. 4 കിട്ടി. വീണ്ടും ഒരു 3 കുറച്ചു. 1 കിട്ടി. ഇനി കുറക്കാനാവൂലല്ലോ, ഇല്ല. അപ്പോൾ എത്ര 3 നോക്കിയാൽ 1, 2, 3. അപ്പോൾ നമുക്ക് കിട്ടും 3. അവസാനം എത്ര വന്നു? 1. അപ്പോൾ നമുക്ക് 3/1/3 കിട്ടും. 3/1/3 കിട്ടും. പേനയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇതല്ലേ പേന. ഈ പേനയെ നമുക്ക് 3 പേനയും 1/3 ഭാഗം പേനയും 3 പേനയും മറ്റേ ഒരു പേനയുടെ 3 കഷ്ണമായി പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്ര ആൻസർ വരില്ല. അപ്പോൾ ഈച്ച് 1 ഗെറ്റ്, ഓരോരാൾക്കും കിട്ടുന്നത് ഈച്ച് 1 ഗെറ്റ്, ഓരോരാൾക്കും കിട്ടുന്നത് എത്ര വരും? 3 പെൻ. 3 പെന്ന് മാത്രമേ കിട്ടുള്ളൂ. ബാക്കി എത്ര ഉണ്ടാവും അവിടെ? ലെഫ്റ്റ് എത്ര ഉണ്ടാവും? 1 പെൻ ലെഫ്റ്റ്. ഒരു പെൻ അവിടെ ബാക്കി ഉണ്ടാവും. അതായത് ഒരു പേന മിച്ചം വരും എന്നാണ് എഴുതേണ്ടത്. അല്ലാതെ 3/1/3 എന്നല്ല എഴുതേണ്ടത്. എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 15 ലിറ്റർ പാൽ 4 പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 15 ലിറ്റർ പാൽ 4 പേർക്ക്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 15 ലിറ്റർ പാലാണ് 4 പേർക്ക്. അപ്പോൾ /4. 15ൽ എത്ര 4 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. നോക്കിയാൽ 15ന് ഒരു 4 ആദ്യം കുറക്കാം. 15ന് ഒരു 4 കുറച്ചാൽ എത്ര നമുക്ക് കിട്ടും? അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ കുറക്കാം. നോക്ക്, 15ന് ഒരു 4 കുറക്കുക. നമുക്ക് എത്ര കിട്ടി? 11. അതിൽ നിന്ന് വീണ്ടും എത്ര കുറക്കുക? 4 കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7. ആടുന്ന് വീണ്ടും എത്ര കൊടുക്കുക? 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3. ഇനി കുറക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് ചെറിയ നമ്പർ ആയില്ലേ. 4നെക്കാട്ടി ചെറുത് വന്നാണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എത്ര 4 ഉണ്ട് നോക്കിയാൽ 1, 2, 3, 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3, 4 വന്നു. 3 എണ്ണം വന്നു. പിന്നെ ഇതൊക്കെ എഴുതാൻ 3/4. അത് എഴുതാം. പഠിക്കണേ. എത്ര 4 ഉണ്ട് എന്നതിൻ്റെ എണ്ണം ഇവിടെ എഴുതി. പിന്നെ ബാലൻസ് വരുന്നതാണ് മുകളിൽ വരുന്നത്. ഡിവൈഡ് ബൈ തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3.25 ലിറ്റർ മിൽക്ക് എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടില്ല. കാരണം അതുമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ശരിക്ക് പേപ്പറിൽ എഴുതിയിട്ട് സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ കുട്ടികളെ ഫുൾ സ്കോർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ചോദ്യം വായിച്ചാൽ മനസ്സിലാവുന്നില്ല എങ്കിൽ ക്ലാസ്സിലുള്ള ടീച്ചറോട് ചോദിക്കാം, ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ല ടീച്ചറെ. അപ്പോൾ ടീച്ചർ ആ ചോദ്യം നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അറിയാത്ത ചോദ്യങ്ങളോ മനസ്സിലാവാത്ത ചോദ്യങ്ങളോ വിട്ട് കളയരുത്. ക്ലാസ്സിൽ ടീച്ചറോട് ചോദ്യം മനസ്സിലാക്കി തരാൻ പറയുക. അവരതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് മികച്ച സ്കോർ നേടാൻ കഴിയും. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.